വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഘടകപൂരങ്ങളുടെ വരവ് തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ദൃശ്യങ്ങളാണ്. ചെമ്പൂക്കാവ് ഭഗവതിയെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്രത്തിൽ നിന്നും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അരമണി കെട്ടി നെറ്റിപ്പട്ടം കെട്ടി ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് രാമൻ മേളങ്ങളുടെ അകമ്പടിയോടുകൂടി, പൂരപ്രേമികളുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ വടക്കുനാഥനെ വണങ്ങാനുള്ള ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മനോഹരമായ കാഴ്ച. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടി വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് രാമൻ പോകും. അതിനുശേഷം കിഴക്കേ ഗോപുര നടവഴി അകത്ത് കയറി വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുര നടവഴി രാമൻ പുറത്തേക്കിറങ്ങും. അതൊരു ഒന്നൊന്നര കാഴ്ചയാണ്. രാമനെ വരവേൽക്കുന്നതിന് വേണ്ടി രാവിലെ നമ്മൾ കണ്ടതാണ്. ഇവിടെ എത്തിയ തിരക്ക്, അവിടെ എത്തിയ വലിയ ജനക്കൂട്ടം നമ്മൾ കണ്ടതാണ്. അതിപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ രാമൻ പൂരനഗരിയിലേക്ക് എത്തുമ്പോൾ ആ ജനക്കൂട്ടം കൂടും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു പ്രഭാവലയമുള്ള ആനയെന്ന ആനപ്രേമികൾ വിശ്വസിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട രാമനെ കാണുന്നതിന് വേണ്ടി പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് തൃശൂർ പൂരം കാണുന്നതിന് വേണ്ടി മാത്രമല്ല, രാമനെ കൂടി കണ്ടു മടങ്ങാം എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ആളുകൾ എത്തുന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്ന രാമന്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടത്തും വലത്തും ശ്രീകുട്ടനും ഉണ്ണിയും നിൽക്കുന്നു. അകമ്പടിയായി പഞ്ചവാദ്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പുറപ്പെടും.